രാവിലെ തന്നെ പേരിപ്പിക്കലാണല്ലോ. ഓർക്കുമ്പോ എന്നെ പേടിയാവുക. ഓർക്കണ്ട. വന്നേ. ഇതാരാ വന്നിരിക്കുന്നേ? രാജാമണിയോ? വായിരിക്കേ ഇരിക്കല്ലേ? നമസ്കാരം. എല്ലാരും ഉണ്ടല്ലോ. വഴിയൊക്കെ അറിയായിരുന്നോ? അത് കൊള്ളാം. കണ്ണൂര് കുഞ്ഞാപ്പെന്ന് പറഞ്ഞാ ആർക്കാ അറിയാൻ പാടില്ലാത്തെ? പിന്നെ ഈ തബലയുടെ പെരുക്കം അത്ര പെട്ടെന്ന് മറക്കാൻ പറ്റുമോ? ശാരദേ, ചായ എടുക്ക്. അതെ, പഴയതുപോലെ പെരിപ്പിക്കാൻ ഇപ്പൊ കൈ അങ്ങോട്ട് വഴങ്ങുന്നില്ല. പിന്നെ നിങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ ഒന്ന് നോക്കാം. ഇപ്പൊ വേണ്ട. പെരിപ്പിക്കലൊക്കെ ഇനി എപ്പോഴെങ്കിലും ആകാലോ. ഞാൻ തയ്യക്കട പോയതാ. നിങ്ങളെ വണ്ടി വരുന്ന കണ്ടാരോ? തിരിച്ചിങ്ങ് പോന്ന്. ഇപ്പം വരെ. അല്ല, നിങ്ങൾ ഇവിടേക്കായിട്ട് തന്നെ ഇറങ്ങിയാണോ? അതെ അതെ അതെ. അല്ലല്ല, കോഴിക്കോടേക്ക് പോണ വഴി ഇങ്ങടെ ഇറങ്ങിയതാ. അല്ല, ചാലക്കുടിന്ന് കോഴിക്കോട്ടേക്ക് കണ്ണൂർ വഴി. അല്ല, അതിപ്പോ എങ്ങനെ? അല്ലാതെ ഇപ്പൊ വഴി തെറ്റിയപ്പോ അങ്ങനെ വരാലോ. ഓ, അത് ശരി. അങ്ങനെ ഇനിയും നിറയെ ഗൾഫ് പരിപാടി ഉണ്ടെന്ന് മോള് പറഞ്ഞായിരുന്നു. അടുത്ത മാസം കുറച്ചധികം സ്റ്റേജ് ഉണ്ട്. സത്യത്തിൽ മണിയുടെ കൂടെ ഇവള് പ്രോഗ്രാമിന് വന്നതിന് ശേഷമാ ഈ വീടൊന്ന് പച്ച പിടിച്ചത്. ഇതാണ് പച്ച. ഒത്തിരി നന്ദിയുണ്ട്. ഇനിയിപ്പൊ നന്ദിയുടെ ആവശ്യമൊന്നുമില്ലല്ലോ. നമ്മളെല്ലാരും ഒന്നാമോല്ലേ? എങ്ങനെ? അതെ, അധികം വളച്ചുകെട്ടില്ലാത്ത കാര്യം പറയാം. മണിക്ക് മൃളാണിനിയെ കല്യാണം കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട്. എനിക്കിഷ്ടാ. രാജാമണി, അലോഹ്യൊന്നും തോന്നരുത്. നിങ്ങളിപ്പം നമുക്കൊരു സഹായമാണ്, അതൊരിക്കലും മറക്കില്ല. പക്ഷേ പറഞ്ഞു വരുമ്പോ ഞങ്ങൾ ആരോമൽ ചേകോരുടെ പിൻതലമുറക്കാരാ, വലിയ പ്രതാപികളായ ചേകോന്മാര്. ഫോട്ടോ അപ്പൊ പിന്നെ എങ്ങനെ? അല്ല, നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇത്രയും താണജാതി എന്നൊരു ആരോമലോടെ കിട്ടെ. ഇവര് തമ്മിൽ ഇത്രക്ക് ഇവര് തമ്മിലൊന്നുമില്ല. ഒപ്പം പണിയെടുക്കുന്ന ആൾക്കാർ മിണ്ടിയും പറഞ്ഞെന്ന് നോക്കിയിരിക്കും. അതിനപ്പുറത്തൊന്നുമില്ല. എനിക്കട മണി കളഞ്ഞിട്ട് വാടാ. എന്നാ പ്രഭു, ഞങ്ങളങ്ങോട്ട്. നമുക്കിറങ്ങാം. തലമുടി കിട്ടാൻ കാശില്ലാത്തവനാണ് ആരോമലിന്റെ തലമുറ എന്ന് പറയുന്നത്. ഇന്ന് കർക്കിടക മാസത്തിലെ കർത്തവാവാണ്. മോഹൻ ടെൻഷൻ അടിക്കണ്ട. ജീവിതം മുഴുവൻ ഇരുട്ട് കയറിയ രാമുവിന്റെ കഥയല്ലേ ഇത്. നമുക്ക് കർത്തവാവിന് തന്നെ തുടങ്ങി ഒന്ന് പരീക്ഷിക്കാം. നമ്മുടെ രാജാമണി അഭിനയിച്ച് ഗംഭീരമാക്കിയാൽ ഈ പടം വിജയിക്കും, ഉറപ്പാ. യൂസഫ് സാറേ, ഏതായാലും ഈ പടത്തിലെ ക്യാമറ തകർത്ത് അഭിനയിച്ചിരിക്കും, അത് ഞാൻ ഉറപ്പ് തരുന്നു. ഉഗ്രൻ ലൊക്കേഷൻ അല്ലേ? ഇനിയെല്ലാം മണിയുടെ കയ്യിലാ. ഹരിസാർ എടുക്കണ റിസ്ക് കാണുമ്പോ പേടിയാവേട്ടാ. എന്നെ ഇട്ടെന്റെ പേരില് കൂടെ അഭിനയിക്കാൻ പോലും ആളെ കിട്ടാനില്ല. നീ ഒന്ന് ചുമ്മായിരി. മലയാള സിനിമയിൽ നല്ല മനസ്സുള്ള ഒത്തിരി ആൾക്കാരുണ്ട്, നമുക്ക് നോക്കാടാ. ആലിലക്കണ്ണ നിന്റെ മുരളിക കേൾക്കുമ്പോൾ എൻ മനസ്സിൽ പാട്ടുണരും.